ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഹായ്, നിങ്ങളുടെ പുതിയ ജിമ്മിലേക്കുള്ള ബെസ്റ്റ് ജിം എക്യുപ്മെന്റ്സ് എവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആലോചനയിലാണോ? അതോ വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹോം ജിം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിംഗിലാണോ? വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ. സ്വകാര്യ ആംബുലൻസിൽ കഞ്ചാവ് കടത്തിയെന്ന പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചാരണം നടത്തിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ആംബുലൻസ് ഡ്രൈവർ ഷാജഹാൻ പാത്തിപ്പാറ അറിയിച്ചു. നിലമ്പൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. തന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ആംബുലൻസ് ദിവസങ്ങൾക്ക് മുൻപ് നിലമ്പൂർ കോവിലകത്തുമുറി സ്വദേശിയായ ശ്യാം സുന്ദർ എന്നയാൾക്ക് കൈമാറിയിരുന്നുവെന്നും എന്നാൽ വാഹനത്തിന്റെ RC ഇപ്പോഴും തന്റെ പേരിലാണെന്നും ഷാജഹാൻ പറഞ്ഞു. ആംബുലൻസിൽ ഒരു കൽവിളക്ക് രാധാകൃഷ്ണന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിനെ തുടർന്ന് പ്രദേശവാസികൾ വാഹനം തടയുകയും പോലീസ് സ്ഥലത്തെത്തി വാഹനം സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. കൽവിളക്ക് കൊണ്ടുവന്നതിന് നിയമപ്രകാരമുള്ള 3000 രൂപ പിഴ അടച്ച ശേഷം വാഹനം വിട്ടു നൽകി. പിന്നീട് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും വാഹനം സ്റ്റേഷനിലെത്തിച്ചെങ്കിലും എല്ലാ നിയമ നടപടികളും പാലിച്ചിരുന്നതിനാൽ വാഹനം തിരിച്ചു നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. എൻ്റെ ഒരു ആംബുലൻസ് ഉണ്ടായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി കാരണം എനിക്ക് ആ വണ്ടി വിൽക്കേണ്ടി വന്നു. ഞാൻ വിൽക്കാൻ ചെയ്ത മാർഗ്ഗം എങ്ങനെയാണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലിട്ടു. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നത് ക്യാൻസർ പേഷ്യൻ്റ്, ഡയാലിസിസ് പേഷ്യൻ്റുകൾക്ക് ഫ്രീ ആയിട്ട് സേവനം നടത്താൻ എൻ്റെ വണ്ടി ഏറ്റെടുക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫൈനാൻസ് അടക്കം ഏറ്റെടുത്ത് അത് പേരിന്ന് മാറ്റി ഏറ്റെടുക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇവരെൻ്റെ മെസ്സേജ് കണ്ട് എന്നെ കോൺടാക്ട് ചെയ്തു. ഞങ്ങളതിൻ്റെ ബാധ്യത തീർത്ത് പിന്നെ ഞങ്ങൾക്കത് ഞങ്ങളെ സംഘടന ബേസിലൂടെ എടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്ത അന്ന് അതിൻ്റെ ലൈറ്റും ഇൻഡിക്കേറ്റർ ലൈറ്റ് വർക്കുകൾക്ക് വേണ്ടി ഇലക്ട്രിഷ്യൻ പണിക്ക് കൊടുത്തു. അപ്പോൾ അവരെ വീട്ടിലേക്കുള്ളൊരു കൽവിളക്ക്, വിഗ്രഹമല്ല കൽവിളക്ക് എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രോപ്പർട്ടി അദ്ദേഹം മേടിച്ച ആംബുലൻസിൽ തന്നെ പേരിന്ന് മാറിയിട്ടില്ല. ഒറ്റ ദിവസമായിട്ടുള്ളൂ വണ്ടി കൊടുത്തിട്ട്. അദ്ദേഹം അത് വീട്ടുപകരണം വീട്ടിലെ കൽവിളക്ക് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി കൊണ്ടുപോയി. നാട്ടുകാരുമായിട്ട് വിഷയമുണ്ടായി, വണ്ടി പോലീസ് പിടിച്ചു. അങ്ങനെ ഞാനൊരു 5 മാസമായിട്ട് ആംബുലൻസ് മേഖലയിൽ നിന്ന് മാറി നിന്ന് റിസോർട്ടിലാണ്, സിൽവാൻ ഹിൽസ് കക്കടംപോയിൽ 6 മാസമായിട്ട് അവിടെയാണ് വർക്ക് ചെയ്യണത്. അങ്ങനെ എനിക്ക് പോലീസ് വിളിച്ചു, വണ്ടി മോഷണം പോയിട്ടുണ്ടോ വെച്ച്. ഇല്ല, വണ്ടി ഇങ്ങനെ കൊടുത്തതാണ്, പേരിന്ന് മാറിയിട്ടില്ല, അതിൻ്റെ മറ്റു കാര്യങ്ങളും നടന്നു വരുന്നുള്ളൂ. അങ്ങനെ വണ്ടി പിടിച്ചു കൊണ്ടു. പോലീസ് അതിൻ്റെ മറ്റു ഉദ്യോഗസ്ഥരുടെ തലത്തിലെല്ലാം അതിൻ്റെ പരിശോധന നടത്തിയപ്പോൾ അതിൽ കൽവിളക്കാന്നുള്ളത് അവർക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷനിൽ കൊണ്ടു. അതിൻ്റെ പേപ്പർ കാര്യങ്ങളും മറ്റുമെല്ലാം ഹാജരാക്കിയതിന് ശേഷം അതിൽ മനുഷ്യനെ കൊണ്ടുപോകുന്ന വണ്ടിയിൽ അദ്ദേഹം ചെയ്തൊരു തെറ്റുണ്ട്. എന്താ വെച്ചാൽ മനുഷ്യനെ കൊണ്ടുപോകുന്ന വണ്ടിയിൽ കല്ല് കൊണ്ടുപോയതിനുള്ളൊരു വകുപ്പ് പ്രകാരം 3000 രൂപ ഫൈനുണ്ട്. സർക്കാർ സംവിധാനത്തിൽ മോട്ടോർ ആക്ട് വകുപ്പ് പ്രകാരം അതിനൊരു ഫൈനുണ്ട് 3000. അങ്ങനെ ആ വണ്ടി നിയമപരമായിട്ട് എല്ലാ സംവിധാനം വെച്ച് RTO, CI, SI, നിലമ്പൂർ പോലീസ് എന്നീ നടപടിയോട് കൂടിയിട്ട് വണ്ടി എനിക്ക് വിട്ടു തന്നിട്ടിപ്പോൾ ഇന്നലെ ആദ്യം ഒരു വട്ടം വിട്ടു തന്നു. പിന്നെ രണ്ടാമത് അവർക്കൊരു ഇത് വന്നുകൊണ്ട് വീണ്ടും പിടിച്ചു. രണ്ടാമത് എല്ലാ പ്രൊസീജിയറും പൂർത്തീകരിച്ചാണ്ട് വിട്ടെന്ന പേപ്പറാണിപ്പോൾ. ഇതിനിടെ ആംബുലൻസിൽ വ്യാപകമായി കഞ്ചാവ് കടത്തുന്നുവെന്ന തരത്തിൽ വീഡിയോയും സന്ദേശങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതായി ഷാജഹാൻ ആരോപിച്ചു. ഷൊർണൂർ സ്വദേശിയായ ഒരാളാണ് ഇത്തരം തെറ്റായ പ്രചാരണങ്ങൾക്ക് പിന്നിലെന്നും ഇത് തനിക്ക് മാത്രമല്ല മറ്റ് ആംബുലൻസ് ഡ്രൈവർമാർക്കും അപകീർത്തി ഉണ്ടാക്കിയതായും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് ഈ വണ്ടിയിൽ കഞ്ചാവ് ചാക്ക് പടി കയറ്റി എന്ന് പറഞ്ഞുകൊണ്ട് രോഗിയെ കടത്തുന്ന സ്ട്രെച്ചറിൽ, എൻ്റെ വീഡിയോ കാണിച്ചു തരാം. രോഗിയെ കടത്തുന്ന സ്ട്രെച്ചറിൽ സംഭവം നിലമ്പൂർ ബോഡിയുടെ ഷേപ്പിൽ സ്ട്രെച്ചറിൽ അറേഞ്ച് ചെയ്ത് കൊണ്ട് വന്ന പരിശോധനയിൽ ആംബുലൻസിൽ നിന്നും വൻതോതിൽ കഞ്ചാവ് പിടിച്ചെടുത്തു. ഇങ്ങനെയൊരു ഫേക്ക് വീഡിയോ ചെയ്തിട്ട് എന്നെ, എൻ്റെ കുടുംബത്തെയും എൻ്റെ വണ്ടിയെ സഹായിച്ച ഇദ്ദേഹത്തെ സമൂഹത്തിന് മുന്നിൽ അവഗണിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു വ്യക്തിനെ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ചെയ്ത ഷൊർണൂരുള്ള വ്യക്തിയാണൊന്ന്. അദ്ദേഹത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസുകൾ സ്റ്റേഷൻ വക്കീൽ മുഖാന്തരം നമ്മളതിൻ്റെ നമുക്ക് സമൂഹത്തിന് അവഗണിച്ചതിനെതിരെയുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകും. അതുപോലെ ഈ വീഡിയോ ചെയ്ത വ്യക്തികൾക്കെതിരെ സൈബർ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നടപടിയിലേക്കും പോകുന്നതാണ്. ഇതിപ്പോൾ എന്നെ, എൻ്റെ കുടുംബത്തെയും ഈ വണ്ടി ഏറ്റെടുത്ത് സഹായിക്കാൻ വന്ന ഇദ്ദേഹത്തെ അടക്കം സമൂഹത്തിന് അവഗണിച്ച് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആംബുലൻസ് മേഖലയിൽ
ഏറ്റവും കൂടുതൽ പ്രവർത്തനം ചെയ്തതിന് എല്ലാ അംഗീകാരം മേടിച്ചൊരു വ്യക്തിയാണ്. ഇങ്ങനെ ഒരു ഫേക്ക് ചെയ്ത് എന്നെയും എൻ്റെ കുടുംബത്തെ അവഗണിച്ചതിനെതിരെ നിയമ പോരാട്ടത്തിന് പോകാമെന്നുള്ള മുന്നോട്ട് നടപടിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവത്തിൽ സൈബർ സെല്ലിലും നിലമ്പൂർ പോലീസിലും പരാതി നൽകിയിട്ടുണ്ടെന്നും വ്യാജ പ്രചാരണം നടത്തിയവർക്കെതിരെ മാനനഷ്ട കേസ് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഷാജഹാൻ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ വാഹനം വാങ്ങിയ ശ്യാം സുന്ദർ പങ്കെടുത്തു. ഞങ്ങൾ സ്നേഹാലയത്തിന് വേണ്ടി ഒരു 12 സെന്റ് സ്ഥലമുണ്ട് അവിടെ. അത് എടുത്തപ്പോൾ തൊട്ട് തുടങ്ങിയ ഒരു അപകീർത്തി ആണ് ഞങ്ങളിപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ആംബുലൻസ് അപ്പോൾ അതിനുവേണ്ടി സുമനസ്സുകൾ പല ആളുകളിൽ നിന്ന് ചെറിയ ചെറിയ പിരിവൊക്കെ നടക്കും, വരിസംഖ്യ പിരിക്കും. അതിൽ നിന്നാണ് ഞങ്ങൾ ഇതൊക്കെ എങ്ങനെയോ മേടിച്ചു. അപ്പോൾ ഇനി കുറച്ചുകൂടി കാശ് കൊടുക്കാണ്ട് അത് പണി നടത്തിയില്ല, ഞങ്ങളെ ഇറക്കിയിട്ടില്ല. അതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ കുന്നംകുളത്ത് അതിൻ്റെ പാർട്സുമായി ബന്ധപ്പെട്ട് വരുന്ന വഴിക്ക് കുന്നംകുളത്ത് ആണ് ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഓരോ അമ്പലങ്ങളിൽ ശാന്തിക്കാരനായിരുന്നു. അപ്പോൾ അവിടുന്ന് വരുന്ന വഴിക്ക് കൽവിളക്ക് 4500 രൂപ എന്തോ കൊടുത്തിട്ട് ഒരു കൽവിളക്ക് മേടിച്ചു. അത് താഴെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തട്ട് വിളക്കാണ്. അത് താഴെ വെച്ചാൽ കുഴപ്പമില്ല. അതിൻ്റെ ഒരു ഇതുണ്ട്, ഒരു കുഴ. ആ കുഴ താഴെ വയ്ക്കാൻ പറ്റില്ല. കാരണം അതിങ്ങനെ ഇടിക്കുന്ന സമയത്ത് പൊട്ടും, നെട്ട് പൊട്ടിക്കഴിഞ്ഞാൽ പോയി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത് മേലെ വെച്ചു. അത്രയേ ഉള്ളൂ. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഡീപോൾ ക്യാമ്പസിൽ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡീപോൾ കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. Charitra Vivag Bridal Collections by Shobhika Weddings.